പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ കാണാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചോദിക്കുകയാണ്. കേസ് തെളിഞ്ഞു, നിങ്ങളുടെ ഭാഗം ജയിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിനയിക്കുമോ തിരിച്ച് ഈ ഷോയിലേക്ക്? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ പ്രോഗ്രാമിനെ, ഞാൻ ചെയ്യുന്ന ഓരോ വർക്കിനെയും ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഒരു ദിവസം പോലും അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു അവധി എടുക്കുകയോ, നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ചാനലിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ ഒരു ദിവസം പോലും കാര്യം ഞാൻ അത്രയും പാഷനേറ്റാണ്, എനിക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് എനിക്കത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ അത് സ്നേഹിക്കറിയാം. എൻ്റെ ഡെലിവറി സമയത്ത് വരാത്തവനാ, അതിലെനിക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. അന്ന് പിന്നെ ചക്കപ്പഴം ചെയ്യണ സമയമാണ്. അപ്പം അന്ന് പെട്ടെന്ന് തീർക്കേണ്ട സീനുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കളഞ്ഞു. അപ്പൊ എനിക്ക് നോർമൽ പെയിൻ ആയിരുന്നു, ഉച്ചവരെ നോർമൽ പെയിനൊക്കെ വന്നു. പക്ഷെ എങ്കിൽ പോലും അവസാന നിമിഷം സി സെക്ഷനിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ പറയണത് ഹസ്ബൻഡിന്റെ ഇത് വേണം. ഡോക്ടർ ആണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ല, ഷൂട്ട് തുടങ്ങിയ ഫോൺ മാറ്റി വെക്കും. അപ്പോൾ ഡോക്ടർ പലതവണ വിളിക്കുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു, എൻ്റെ അമ്മ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. അവസാനം എൻ്റെ അമ്മ സൈൻ ചെയ്യേണ്ടി വന്നു. അതിലെനിക്കൊരു ചെറിയ പ്രതിഷേധം ഇല്ലാതില്ല. പ്രോഗ്രാം നിന്ന് പോരുന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ആ സമയത്തൊക്കെ കൂടെയുള്ള പലരും ലീവ് എടുത്തും അല്ലാതെ മാറിയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അപ്പോൾ നമ്മളായിട്ട് അവിടെ അങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടാക്കരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ തിരിച്ചു വരും എന്നുള്ളതാണ്. ഏത് തിരിച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നില്ലേ, നമുക്കിനി നോക്കാം എന്താണ്. കമന്റ്സിലൂടെ ആണെങ്കിലും നിങ്ങളെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത സാധാരണ പ്രേക്ഷകരുണ്ട്. അവരൊക്കെ ഈ കമന്റ്സിൽ ഇന്നാളെ വരണം, ഇവരെവിടെ പോയി, ഇവരില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല എന്നൊക്കെ കമന്റ്സിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ചാനലിന്റെ തുടക്കം മുതൽ ഈ പ്രോഗ്രാമിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം ചാനലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല പ്രോഗ്രാമിലും ഞാനുണ്ട്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മളുടെ വഴികൾ ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോകണമെന്ന് അറിയാൻ വയ്യല്ലോ. നോക്കാം. അപ്പം പ്രേക്ഷകരുടെ റിക്വസ്റ്റ് എന്ന നിലയിൽ ചാനൽ തിരിച്ചു വിളിച്ചാൽ നിങ്ങൾ തിരിച്ചു വരണമെന്നുള്ളതാണ്. ആലോചിക്കാം. ചക്കപ്പഴം പിന്നെ എന്താണ് സ്റ്റോപ്പ് ചെയ്തത്? ചക്കപ്പഴം ഒരു പ്രോഗ്രാമിന് ഓരോ ലൈഫുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പം മറിമായം എന്ന പ്രോഗ്രാം ഇപ്പം 15 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പ്രോഗ്രാമിൽ നിന്ന് മാറിയത് മറിമായത്തിൻ്റെ 3ാമത്തെ വർഷം ഏകദേശം ആവുന്ന സമയത്താണ് ആ പ്രോഗ്രാമിൽ നിന്ന് മാറിയത്. പക്ഷേ ഇപ്പോഴും ആ പ്രോഗ്രാമിൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ആ പ്രോഗ്രാം എനിക്ക് തന്ന ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. ചില പ്രോഗ്രാമിന് ചില ലൈഫുണ്ട്, അതുവരെ പോകുള്ളൂ. അപ്പം ചിലത് കുറച്ച് നീളും, ചിലതിന് ഇതുപോലുള്ള ആൾക്കാർ അതിലുണ്ടെങ്കിൽ ചിലതിങ്ങനെ മാറും. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോണെന്ന്. നല്ല പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിറ്റ്കോംസ് ആണ്. അതില് ചക്കപ്പഴത്തിന് നിങ്ങൾ ഉപ്പുമുളന്ന് മാറി ചക്കപ്പഴത്തിൽ വരുമ്പോ അവിടെ ഉണ്ടല്ലോ, ആളിവിടെ ഉണ്ട്, ഞങ്ങൾ കാണുന്നുള്ള ഒരു ധാരണയായിരുന്നു ആൾക്കാർക്ക്. അപ്പൊ ഇത് ചക്കപ്പഴവും നിന്നു, ഇപ്പൊ ഉപ്പുമുളകും നിന്നു എന്നുള്ളൊരവസ്ഥയാണ്. നിർത്താനായിട്ട് നോക്കുന്ന, ഇവരെ കൂടാതെ നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവാം, അറിയില്ല നമുക്ക്. ആ പ്രോഗ്രാമിന്റെ ലൈഫ് അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും, തിരിച്ചു വരില്ല എന്നുള്ളത്. അതിന്റെ ആ സമയത്ത് ഓരോ യൂട്യൂബ് കമന്റ്സും റിയാക്ഷൻസും ഒക്കെ വരുമ്പോൾ ചേട്ടന്റെ താടിയും മുടിയും വരെ പ്രശ്നമായിരുന്നു. അത്തരം വീഡിയോകൾ ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നോ? ശ്രീമറിയുടെ താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നു, നോർമൽ അല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. താടി മുടി നീട്ടി വളർത്തിയ നോർമൽ അല്ല. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരിലേക്ക് ഒരുപാട് പേരുണ്ട്. പിന്നെ മറ്റ് നോർമൽ അല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഞാനത് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഏത് രീതിയിലായിരിക്കും വീഡിയോസ് വന്നിട്ടുണ്ടായിരിക്കുക എന്നറിയാം. ഇൻ കേസ് പറയേണ്ടി വന്നാൽ ഇപ്പൊ കഞ്ചാവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബോധമില്ലാതെ ചെയ്ത കാര്യങ്ങളാണ് എന്നൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടിരുന്നോ? കണ്ടു. നല്ലതല്ലേ? നല്ലതാണ്. നമ്മൾ പിന്നെ ആ മൂഡിലിരുന്ന് കേൾക്കുമ്പോ അത് രസമാണ്, എന്തും കേൾക്കാൻ റെഡി ആയിട്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഇവരുടെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളും കുട്ടികളുടെ പാരന്റ്സും ഉണ്ട്. അതെ.
അപ്പോൾ അവരിൽ ആ ആരെങ്കിലും കുട്ടികളുടെ കാര്യം കൂടെ പറയാം. അവര് അവിടെ ഇരുന്ന് പഠിച്ചിട്ടാണ് കേട്ടോ എക്സാം ഒക്കെ എക്സാം എഴുതുന്നത്. അതെ അതെ. അപ്പോൾ അതിനുള്ള സമയം കൂടെ ഒക്കെ അവർ കണ്ടെത്തിയിട്ടാണ് അവർ ചെയ്യണതൊക്കെ. അപ്പോൾ ആ കുട്ടികളും പാരൻസും അടങ്ങുന്ന ഒരു സെറ്റാണ്. ആ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനൊരു നെഗറ്റീവ് സംഗതി പറയുവാണെങ്കിൽ ഞാനത് അവിടെ പോയി അന്വേഷിച്ചിട്ടേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങുമായിരുന്നുള്ളൂ. മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ എനിക്കതിൽ 100% ഉറപ്പുണ്ട് അത് കല്ല് വെച്ച നുണയാണെന്നുള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. പിന്നെ അപ്പം ശ്രീയുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഇപ്പോഴും ആ പിള്ളേര് മാമാ എന്ന് വിളിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 2ാമത്തെ വീഡിയോ കണ്ടിരുന്നു. അവരൊക്കെ വന്നിരുന്നു. അവരൊക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോഴും. അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാധനം ഉണ്ടെങ്കിൽ പിള്ളേര് വന്നാലും പാരൻസ് സമ്മതിക്കില്ലല്ലോ. നമ്മുടെ മക്കൾ അങ്ങനെ ഒരു മോശം ആളുടെ കൂടെ സംസാരിക്കാൻ അതിനൊന്നും സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ അങ്ങനെ ഉത്തരം പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾക്ക് അവര് പറയുന്ന അതേ രീതിയിൽ ഉത്തരം പറയാൻ നമ്മുടെ സംസ്കാരം നമ്മുടെ വളർന്ന സാഹചര്യം അതല്ല. അത്രയേ ഉള്ളൂ. ചേട്ടാ, ഞങ്ങള് മനസ്സിൽ എപ്പോഴും ഉള്ളത് പൃഥ്വിരാജിനൊപ്പമുള്ള ആ സിനിമയിലെ വില്ലനാണ്, കട്ട വില്ലൻ. അങ്ങനെ വില്ലൻ വേഷങ്ങൾ പിന്നെ കിട്ടിയില്ലേ? എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് ആക്റ്റീവ് ആകാതെ നിൽക്കുന്നത്? ആക്റ്റീവ് ആകാതെ നിൽക്കുന്നതല്ല, എനിക്ക് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം വഴി എല്ലാവരെയും വിളിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ള ഇത് ആവശ്യമാണ്. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് അത്തരം ഓർമ്മിപ്പിക്കൽ കുറവാണ്. അവസരങ്ങൾ ആരോടും ചോദിക്കാതെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കാം. പിന്നെ ഇതുപോലെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഓരോരോ ആൾക്കാരുണ്ടാവും. ചിലരെ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്യേണ്ടി വരും. എനിക്ക് അത്തരം പ്ലീസിങ്ങിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ അടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്. പ്ലീസിങ്ങിലൂടെ ഉള്ള റോൾസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്നവരടുത്ത് എനിക്ക് ഇൻറ്റിമസി ആയിട്ട് സംസാരിക്കുന്നവരടുത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അവരടുത്ത് അവർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ അദ്ദേഹം ഒരു മാരേജ് ഫംഗ്ഷൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു. എനിക്ക് അത്രയും താല്പര്യമുള്ളൊരു ആളാണ് അദ്ദേഹത്തെ. ആ ഡയറക്ടറിനെ ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ വിളിക്കുമ്പോൾ നിനക്ക് വരാൻ വയ്യല്ലോ എന്ന്. മനസ്സിലായി. അപ്പോൾ എന്താ ഞാൻ എന്നെ വിളിച്ചില്ല സാർ, എന്നെ വിളിച്ചില്ല. ആര് പറഞ്ഞു? വർക്കിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേക്ക് തിരക്കാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ വർക്കിലോട്ട് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ഇതാണ്. അപ്പം വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ആരെയാണോ വിളിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചത് അയാൾ വിളിച്ചില്ല. അവര് വിളിക്കുന്നത് മറ്റ് ചിലപ്പോൾ അവർക്ക് അതിൽ നിന്ന് വേറൊരാൾ ചിലപ്പോൾ അവർക്ക് നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവാം. എനിക്ക് അത്തരം കാര്യങ്ങളോട് ഇടനില നിന്ന ആള് എത്തിച്ചില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ടാവും. അതൊരു കാസ്റ്റിംഗ് കൗച്ച് പോലത്തെ ഒരു പരിപാടി അല്ലേ? അപ്പം ഇനി അവസരങ്ങൾ ചോദിച്ചു നോക്കും ആൾക്കാരോട്. ഇല്ല, ഞാൻ കാണുന്ന എനിക്ക് അറിയാന്നുള്ള അല്ലെങ്കിൽ അത്തരം ആൾക്കാർ ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് വരാറുണ്ട്. സിനിമയിൽ സുഹൃബന്ധങ്ങളില്ല. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലായിടത്തും സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു സുഹൃത്ത് വലയം അതാണ്, ഒരു ഗ്രൂപ്പ്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇതുവരെ ഭാഗമായിട്ടില്ല. എല്ലാവരും ഹൈ ബൈ മാത്രമേ. പിന്നെ ഞാൻ എന്താണ് മറിമായം പ്രോഗ്രാമിലുള്ള അവരൊക്കെ ഫാമിലി പോലെയാണ്. അവരുമായിട്ടൊക്കെ എപ്പോഴും നല്ല അടുപ്പമുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് കാണാറുണ്ട്, മൂവിയുടെ വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ സംസാരിക്കണം. പിന്നെ സ്ഥിരം ഒരു ഗ്രൂപ്പ് എനിക്കില്ല. പക്ഷെ സ്നേഹം സംബന്ധിച്ചിട്ട് സ്നേഹൻ്റെ ഞാൻ പോകുന്ന എല്ലാ സെറ്റിലും വരാറുണ്ട്. ആ കാര്യം എല്ലാവരെയും അറിയാം. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദം സ്ഥാപിക്കാനും അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കാന്നല്ല
സുഹൃത്തുക്കളാണ് എല്ലാവരും സ്നേഹം സംബന്ധിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു പ്രത്യേകമായിട്ട് സുഹൃത്തുക്കളെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. സ്നേഹം കാണാൻ വരുന്ന കൂട്ടുകാരികളോ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും എൻ്റെയും സുഹൃത്തുക്കളാണ്. ചേച്ചിയുടെ ഇടയ്ക്ക് സിനിമ വന്നിരുന്നു പഞ്ചായത്ത് ജെട്ടി എന്നുള്ളത്. അത് മറിമായും ടീമിന്റെ ആയിരുന്നു. അപ്പൊ അതിന്റെയും ഭാഗമാകാൻ കണ്ടില്ല. അല്ല, അതിന് ഭയങ്കര പരിമിതികളുണ്ടായിരുന്നു. അത് ആ സിനിമ കണ്ടിരുന്നോ? ഞാൻ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊക്കെ ഉൾപ്പെടാൻ വേണ്ടി, അതായത് നമ്മുടെ ഒരു സിനിമയാണ് എന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ചെയ്തൊരു സിനിമയാണ്. അപ്പം അതിൽ ഇപ്പം നമ്മൾ ശ്രീനെയൊക്കെ വിളിക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ മറിമായം ടീമിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അയാൾക്ക് നല്ലൊരു ക്യാരക്ടർ വേണം. അപ്പൊ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നോ? അതെ, അത് ശരിയാണ്. പക്ഷെ എന്നാലും എല്ലാവരും ഉള്ള പോലത്തെ ഒരു ഫീൽ നമുക്ക് തോന്നി ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പം എന്താ പറയാ, അങ്ങനെ ഒരു ഭയങ്കരമായി ചെയ്യാനുള്ള ഒരു ക്യാരക്ടറൊന്നും നമുക്ക് വിളിച്ച് കൊടുക്കാൻ അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഡിസ്കഷനും സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലൊക്കെ ശ്രീ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീക്ക് തന്നെ അത് അറിയുന്ന കാര്യമാണ്. നമ്മളൊരാളെ വിളിക്കുമ്പോൾ എന്തെങ്കിലും അതിൽ പെർഫോം ചെയ്യാൻ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ അതിൽ കൂടെ നടക്കാം, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഓടിക്കാം എന്നൊക്കെ പറയുന്ന അങ്ങനെയല്ലല്ലോ. മനസ്സിലായി. ഈ സംഭവത്തിന് ശേഷം ബാലുചേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്യോ, അല്ലെങ്കിൽ ബാലുചേട്ടൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയോ, എന്തെങ്കിലും ചെയ്തിരുന്നു? ഓ, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, അവിടെ അങ്ങനെ ഡെയിലി വിളിക്കാറുണ്ട്. ഡെയിലി മുമ്പ് ഈ നിങ്ങൾ എപ്പിസോഡൊക്കെ അല്ലെങ്കിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്തൊന്നും ഞങ്ങൾ അധികം കോണ്ടാക്ട് ചെയ്യുന്നത്, അവിടെ നിൽക്കുകയല്ലേ, അപ്പോൾ കാണാറുണ്ട്, നേരിട്ട് കാണാറുണ്ട്. ഇപ്പൊ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഡെയിലി രാത്രി വിളിക്കും. രാത്രി എന്നും വിളിച്ച് സംസാരിക്കും, കാര്യങ്ങളൊക്കെ പറയും, പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. പുള്ളി ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തി കുറച്ച് നല്ലൊരു ഇതായിരുന്നു, നല്ല കുറച്ചുകൂടെ സെറ്റപ്പായി. അത് ഇത് വരുന്നതിന് മുമ്പേ പുള്ളി തുടങ്ങി കേട്ടോ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അതിന്റെ അഡിക്റ്റാന്ന് തോന്നുന്നു. എങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കുറയ്ക്കാവുന്ന എന്നെയൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോ സമയത്ത് ഞങ്ങൾ ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് പുള്ളി ഫ്ലാറ്റിൽ പോയിട്ട് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് തിരിച്ചു വരും. ഇപ്പം സെറ്റിലെ ഫുഡ് ഞങ്ങൾ ചിലപ്പം കഴിക്കാറില്ല, പുറത്ത് പോയിട്ട് ഇവിടെ ഫ്ലാറ്റിൽ പോയിട്ട് കഴിച്ചിട്ട് വരും. വളരെ ഹെൽത്തി ഫുഡ് നോക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മാറുമോ എപ്പോഴെങ്കിലും? പിന്നെ ഉറപ്പായിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നു. കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.